ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ, ജാനകിയുടെ അവിടെ വി ചേർക്കുക, അതായത് വി ജാനകിയെ നാക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ സെൻസർ ബോർഡിൽ തലയ്ക്കകത്ത് ചാണകം തിരികെ വെച്ചിട്ടുള്ള ചില വേട്ടാവളിയന്മാരാണ് ഈ സിനിമയുടെ ഈ ഒരു ടൈറ്റിൽ, അല്ലെങ്കിൽ ഈ സിനിമ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഏട്ടൻ്റെ ആണ് കേട്ടോ. ഇതുവരെ സുരേഷ് ഏട്ടൻ വാമൊഴിഞ്ഞ് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. മറ്റു ചില സിനിമകൾ വന്നപ്പോഴത്തേക്ക് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ, അതായത് കേരള സ്റ്റോറി, പുഴ മുതൽ പുഴ വരെ, കാശ്മീർ ഫയൽ, ഇന്ത മാതിരി സിനിമ ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അണ്ണൻ വ്യക്തമായിട്ടുള്ള മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എമ്പുരാൻ സിനിമ വന്നപ്പോഴും അണ്ണൻ്റെ മറുപടി അണ്ണൻ പറഞ്ഞതാണ്. അപ്പോൾ അണ്ണൻ അഭിനയിച്ച സിനിമയിൽ അണ്ണന് കാശ് കിട്ടി, അണ്ണൻ കാശ് മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് അണ്ണൻ അങ്ങ് പോയി. പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. പ്രൊഡ്യൂസർ ഇപ്പോൾ കിടന്ന് കൈയും കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഈ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ പലിശയ്ക്കും വട്ടിപ്പലിശയ്ക്കൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് ആ പേരുകൾ അവിടെ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാം എന്നിപ്പം അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു 3 ദിവസത്തിനുള്ളിൽ ഇതിനൊരു പക്ഷേ ചിലപ്പം സെൻസർ ബോർഡിൻ്റെ അംഗീകാരം, സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിനുശേഷം സിനിമ കേരളത്തിലേക്ക് റിലീസിനായിട്ട് എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജാനകി വി വേഴ്സസ് കേരള എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇപ്പോൾ എത്താൻ പോകുന്നത്. സത്യത്തിൽ ഇവൻ്റെയൊക്കെ മുമ്പിൽ ഓച്ചാനിച്ച് മുട്ടുമടക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുരളി ഗോപി വളരെ വ്യക്തമായിട്ട് ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനും ഈ പ്രൊഡ്യൂസർക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് കാണണോ വേണ്ടയോ എന്നുള്ളത് ഇവിടുത്തെ പ്രേക്ഷകരായിട്ടുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സിനിമ ഞാൻ കാണും, കാരണം എൻ്റെ ഒരു പ്രൊഫഷണൽ അതായതുകൊണ്ടും ആ സിനിമ കണ്ടിട്ട് എൻ്റെ ഈ ജാനകി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു വിഷയമായി ഈ സിനിമയ്ക്കകത്തുണ്ടോ ഇല്ലെന്നതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ 2 വീഡിയോ ടിനി ടോമുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ടിനി ടോം എന്താണ് പറഞ്ഞതെന്ന് ഉള്ള വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഒപ്പം തന്നെ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയും കൂടെ ഒന്ന് കാണാം. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു, അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ടിനി ടോം, താങ്കൾ എന്നെ കുറിച്ച് സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടു. നോക്കൂ അസേ, നമ്മൾ മറ്റൊരാളെ കുറിച്ച് ചാനലിലും മറ്റും സംസാരിക്കുമ്പോൾ സത്യമാണോ എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നതാണ് ശരി. നമുക്കറിയില്ല സത്യമെന്ത് അസത്യമെന്ത് എന്ന് നമ്മൾ നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമല്ലേ. അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം പ്രേമസേകൾ. അപ്പോൾ നമ്മൾ കണ്ടല്ലോ അല്ലേ, കാരണം ഈ പോഴത്തരം വിളിച്ച് പറയുക എന്നുള്ളത് അത് ഇവന് ഇന്നലെ തുടങ്ങിയാൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ മലയാളത്തിൻ്റെ അതുല്യ കലാകാരനായിട്ടുള്ള പ്രേം നസീർ, നിത്യഹരിത നായകനായിട്ടുള്ള പ്രേം നസീർ, അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ സിനിമകൾ നഷ്ടപ്പെട്ടു, അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ബഹദൂറിൻ്റെ അടൂർബാസിയുടെ ഒക്കെ വീട്ടിൽ പോയി കരയുമായിരുന്നൊക്കെ ഏതോ വേട്ടാവളിയൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാനലിനകത്ത് വന്നിരുന്ന ഈ ഒരു തെമ്മാടിത്തരം പറഞ്ഞത്. പക്ഷെ അതിന് കൃത്യമായിട്ട് കേരളക്കര, അല്ലെങ്കിൽ കേരളത്തിലെ സിനിമയെ സ്നേഹിക്കുന്ന സിനിമാ രംഗത്തുള്ള ആൾക്കാരെല്ലാം അടിച്ച് അവൻ്റെ അണ്ണാക്കി തന്നെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ പ്രേം നസീറും വീഡിയോയിലൂടെ ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ജാനകി വി വേഴ്സസ് കേരള ആൻഡ് നമ്മുടെ ടിനി ടോം, ഈ രണ്ടിനുള്ള മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.